Hello friends, welcome to Soumya's Kitchen Magic. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 5 തരം പക്കോടയുടെ റെസിപ്പിയാണ്. അതും വെറും ഒരൊറ്റ ബാറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ മാവ് കൊണ്ടാണ് ഈ 5 തരം പക്കോട ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ പക്കോടയാണ്. കാബേജ്, പിന്നെ ഉരുളക്കിഴങ്ങ്, സബോള, പിന്നെ മുട്ട. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പക്കോട അല്ലെങ്കിൽ മുട്ട ബജിയുടെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പുഴുങ്ങിയ 2 മുട്ട എടുത്തിട്ട് അതിന് സർക്കുലർ ഷേപ്പിലാണ് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളനെയും അരിഞ്ഞെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു 4 പീസ് അല്ലെങ്കിൽ 3 പീസ് അല്ലെങ്കിൽ ആയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ സർക്കുലർ ഷേപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത്. അരിയണ കത്തിമ ഒരു തുള്ളി വെള്ളം നനച്ചിട്ട് ആക്കുകയാണെങ്കിൽ മുട്ട പൊട്ടാതെ തന്നെ നമുക്ക് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം അതിലെ യെല്ലോ പോർഷൻ, അതായത് അതിന്റെ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റിയെടുക്കുന്നുണ്ട്. വൈറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ ബജി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്, പക്കോട ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. യെല്ലോ പോർഷൻ മാറ്റിയിട്ട് അത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ഈ ബജിക്കുള്ള മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ യെല്ലോ പാർട്സ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ മുട്ടയുടെ മഞ്ഞക്കരു ചേർക്കാതെ തന്നെ മാവ് തയ്യാറാക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഇത്തരത്തിൽ മുട്ടയുടെ വെള്ള സർക്കുലർ ഷേപ്പിൽ മാറ്റി വെച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിന്റെ മഞ്ഞക്കരു മാവ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മഞ്ഞക്കരു ചേർത്തു. ഇനി മൈദ, 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കി എടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാല ആയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കല്ല, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നമ്മളൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്തെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് പെട്ടെന്ന് വെള്ളം കൂടി പോവുകയാണെങ്കിലും അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം എന്ന് പറയുന്നത്. തിക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളൊരു സ്പൂൺ അതിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പൂൺ ബാറ്റർ പിടിക്കണം, ആ മാവ് പിടിക്കണം. അതാണ് ആ മാവിന്റെ പാകം എന്ന് പറയുന്നത്. എത്രയും പാകം ആവണ വരെ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കലക്കിയെടുക്കാം. കലക്കിയെടുത്തതിന് ശേഷം അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. മുൻപ് ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. കാരണം നമ്മൾ മുട്ടയുടെ മഞ്ഞക്കുരു ചേർത്തിട്ടുണ്ട്, യോക്ക് ചേർത്തിട്ടുണ്ട്. അതൊന്നും ഉടഞ്ഞു കിട്ടും വേണം. അതുകൊണ്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇത്തരത്തിൽ ചേർക്കുന്ന മുട്ടയുടെ മഞ്ഞക്കുരു തന്നെയാണ് നമ്മുടെ ഈ ബജി അല്ലെങ്കിൽ പക്കോടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അതിലേക്ക് ചേർക്കാൻ വിട്ടുപോയ ഇൻഗ്രീഡിയന്റ് ആണ് ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കണം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പക്കോടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കൊടുത്തിട്ടുള്ള പക്കോടകൾ മാത്രമല്ല, കായ കൊണ്ടും അതുപോലെ തന്നെ ചേന, അതുപോലെ ചിക്കൻ, ഇതെല്ലാം വെച്ച് ഇതേ ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് പക്കോട ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിനി പക്കോടയ്ക്കായിട്ടുള്ള ഒനിയൻ റിങ്സ് അരിഞ്ഞെടുക്കാം. ഒനിയൻ റിങ്സ് ആയിട്ടും അരിഞ്ഞെടുക്കാം. നമ്മൾ ഉള്ളി ബജിക്കൊക്കെ എടുക്കണ മാതിരി സ്ലൈസ് ചെയ്തിട്ടും കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടും നമുക്ക് അരിയാവുന്നതാണ്. ഞാനിവിടെ റിംഗ് ഷേപ്പിലാണ് സബോള അരിഞ്ഞെടുക്കുന്നത്. അതിനായിട്ട് കനം കുറഞ്ഞ് റിങ്സ് ആയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിന്റെ ഉൾഭാഗത്തെ സെന്ററിലുള്ള നടുഭാഗത്തെ പോർഷൻ കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം റിങ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒനിയൻ റിങ്സ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇനി അതുപോലെ തന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അതായത് അടുത്ത പക്കോടയുടെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ്. അതായത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അത് സ്ക്വീസ് ചെയ്തിട്ട് അടുത്ത വെള്ളം കളയേണ്ട ആവശ്യമില്ല, പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പൊട്ടാറ്റോ അതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതിയാകും. പിന്നെ അടുത്ത പക്കോടയ്ക്കുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്
കാബേജ് ആണ്. ഞാനിവിടെ പർപ്പിൾ കാബേജ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഗ്രീൻ കളർ കാബേജ് ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് കൊത്തിയരിഞ്ഞ് എടുത്തു വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസോ മുട്ടയോ അത് ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ആദ്യം തന്നെ മുട്ടയുടെ ബജ്ജി അല്ലെങ്കിൽ മുട്ട പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട, അതായത് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഒന്ന് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് ഒന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈഡും മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മീഡിയം ഹീറ്റിൽ അല്ലെങ്കിൽ ഒരു ലോ ഹീറ്റിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ മുട്ട നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു സൈഡ് ആയി കഴിഞ്ഞാൽ ബബിൾസ് വരൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡിലും ബബിൾസ് വരൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ എല്ലാം മാറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള എക്സസ് വരുന്ന എണ്ണ കൂടി അത് വലിച്ചെടുക്കും. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം ഏത് ബജ്ജി വേണമെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജ്ജി ആയിരിക്കും. അപ്പൊ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം. നിങ്ങൾക്ക് മുട്ട സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ നീളനെയും അരിഞ്ഞെടുക്കാം. ഒരു മുട്ടേനെ നടു അരിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്തിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ബജ്ജി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഓണിയൻ റിങ്സിനെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ടും ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇത്തരത്തില് ഓരോരോ റിങ്സ് ആയിട്ട്, ഓണിയൻ റിങ്സ് ആയിട്ട്, സബോളയുടെ റിങ്സ് ഇതേപോലെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ അതിലെല്ലാം രണ്ട് സൈഡും മറിച്ചിട്ട് ആയിട്ടുണ്ട്. നമുക്കതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയായിട്ടുള്ള പക്കോടയായിട്ടുള്ള കാബേജ് പക്കോടയും പൊട്ടാറ്റോ പക്കോടയും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അതേ പക്കോടകളും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള കാബേജ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് പകുതി ഈ കാബേജ് ഇട്ടിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ബാക്കി പകുതി മാവ് അതേ ബൗളിൽ തന്നെ വെക്കുകയാണ്. ഈ പകുതി മാവ് ഈ കാബേജ് ഇട്ടിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി പകുതി മാവ് ഇരിക്കുന്ന ബൗളിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചത്, അതായത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടാറ്റോ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്തരത്തിൽ ഉരുളക്കിഴങ്ങ് പകരമായിട്ട് നമുക്ക് നേന്ത്രക്കായോ അല്ലെങ്കിൽ ബജ്ജിക്കുള്ള കായായാലും ശരി, കായ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പക്കോട ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും കാണിച്ചിട്ടില്ല, ആകെ ഉരുളക്കിഴങ്ങിന്റെയും കാബേജിന്റെയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലേക്ക് സ്പൂൺ കൊണ്ട് ജസ്റ്റ് കോരിയിടുക വേണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് പക്കോട ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എണ്ണയിലേക്ക് കാബേജിന്റെ പക്കോട ആദ്യം ഉണ്ടാക്കാം, അതിനുശേഷം ഉരുളക്കിഴങ്ങിന്റെ ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ സ്പൂൺ കൊണ്ട് കുറേശ്ശെ ആയിട്ട് കോരിയിട്ട് കൊടുത്താൽ മതി. വേഗം തന്നെ നമ്മുടെ കാബേജ് പക്കോട റെഡിയായി കിട്ടും. ഒരു സൈഡ് ഒന്നായി വരുമ്പോൾ അടുത്ത സൈഡും കൂടി വേവിച്ചെടുത്താൽ വേഗം തന്നെ നമുക്ക് കാബേജ് പക്കോടയും അതുപോലെ തന്നെ പൊട്ടാറ്റോ പക്കോടയും ഉണ്ടാക്കാവുന്നതാണ്. കാബേജ് പക്കോടയും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ പക്കോടയും ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊട്ടാറ്റോ നമുക്ക് ഇതേപോലെ തന്നെ സ്പൂൺ കൊണ്ട് കോരി എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ പക്കോട റെഡി ആയി കിട്ടുന്നതായിരിക്കും. വളരെ വ്യത്യസ്തമായ 5 തരം പക്കോട ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത്തരത്തിൽ 5 തരം പക്കോട വെറും ഒരൊറ്റ മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കോടാസ് ആണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 5 തരം വ്യത്യസ്തമായ പക്കോട അല്ലെങ്കിൽ ബജ്ജിയുടെ റെസിപ്പിയാണ്. നമ്മുടെ ലാസ്റ്റത്തെ പക്കോടയായ പൊട്ടാറ്റോ പക്കോടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പക്കോടാസ് ആണ് എല്ലാം തന്നെ. ട്രൈ ചെയ്ത് നോക്കിയാൽ
ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പക്കോടാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ 5 തരം പക്കോട, വെറും ഒരൊറ്റ മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 5 തരം പക്കോടയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.